Hi friends, എല്ലാവർക്കും Kanasa പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ റോസ്റ്റ് ആണ്. അപ്പോൾ അതുപോലെ നമ്മുടെ മട്ടൺ വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നതാണ് ടാസ്ക്. ഇനി ഇതിനെ നമുക്ക് വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് ഇടാം. അങ്ങനെ നല്ലപോലെ വൃത്തിയാക്കിയിട്ടുള്ള നമ്മുടെ മട്ട നമ്മളൊരു കുക്കറിലേക്ക് തട്ടിയിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കലാണ് അടുത്ത പരിപാടി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുക്കർ ക്ലോസ് ചെയ്യാം. ഏകദേശം ഒരു 4-5 വിസിലിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ മട്ടൻ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടാകും. അടുത്തതായിട്ട് നമുക്ക് ഇതിൽ വേണ്ടത് ജീരകപ്പൊടി, ഗരം മസാല, മുളക് പൊടി, അതുമാതിരി തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ചെറിയുള്ളി, ഇഞ്ചി, കാശ്മീരി ചില്ലി പൗഡർ, പച്ചമുളക്, അതുമാതിരി ടൊമാറ്റോ സോസ്, ചില്ലി ചതച്ചത്, കുരുമുളക് പൊടി, മട്ടൺ മസാല, സവാള, വേപ്പില, പിന്നെ കോക്കനട്ട് ഓയിൽ. നമ്മുടെ ചെറുള്ളിനെ ഒരു കല്ലിലേക്ക് ഇട്ടിട്ട് കുറച്ച് പച്ചമുളകും അതിലിട്ടിട്ട് നല്ല രീതിയിൽ ചതച്ചെടുത്ത് ഒരു ലേശം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ചതച്ചെടുത്ത് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക തരം ടേസ്റ്റാണ് നമ്മുടെ മട്ടനിൽ ചേർക്കുമ്പോൾ. അതാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ച് കൊടുക്കുക. അതിനുശേഷം ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നീളത്തിൽ അരിഞ്ഞിട്ടുള്ള സവാളയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കലാണ്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാവുന്നതാണ്. അടുത്തതായി ആവശ്യത്തിന് ഇഞ്ചി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ വഴട്ടുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ചേർത്തിട്ടുള്ള മിശ്രിതം ചേർത്ത് വെക്കാവുന്നതാണ്. മട്ടനിൽ നമ്മൾ ഉപ്പ് അത്യാവശ്യം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. മട്ടൺ മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ്. സാധാ കുറച്ച് മുളക് പൊടി കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മട്ടൺ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം.
കുക്കറിൽ അടിച്ചപ്പോൾ ലഭിച്ചിട്ടുള്ള നമ്മുടെ മട്ടൻ്റെ നെയ്യ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വറ്റൽമുളക് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകവും പെരിഞ്ജീരകവും പൊടിച്ചത് ഇട്ടുകൊടുക്കാവുന്നതാണ്. ഗരം മസാല ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.